വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിഡംഷൻ ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ്. നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിഡംഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് റിഡംഷൻ ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ പാർട്ട് 8 ആണിത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം. Redemption of on debentures from the open market, which means a company can buy its own debentures if it is authorized by its articles. ഒരു കമ്പനിക്ക് അത് കമ്പനി ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ, ആ കമ്പനിയുടെ ഡിബഞ്ചർ തിരിച്ചു വാങ്ങാൻ കഴിയും, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കും, അതിൻ്റെ ആർട്ടിക്കിൾസ് അങ്ങനെ അനുവദിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് മീൻസ് ആ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉൾക്കൊള്ളുന്ന ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾസിൽ അനുവദിക്കുന്നുണ്ടെങ്കിൽ കമ്പനി ഇഷ്യൂ ചെയ്ത ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ സാധിക്കും, അല്ലെങ്കിൽ വാങ്ങാൻ സാധിക്കുമെന്നതാണ് ഈ പോയിൻ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. വെൻ എ കമ്പനി പർച്ചേസസ് ഓൺ ഡിബഞ്ചേഴ്സ് ഇറ്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇങ്ങനെ കമ്പനി ഇഷ്യൂ ചെയ്ത ഡിബഞ്ചേഴ്സ് തിരിച്ചു വാങ്ങിക്കൊണ്ട് ആ ഡിബഞ്ചറിൻ്റെ റിഡംഷൻ സാധ്യമാക്കാനും കമ്പനിക്ക് സാധിക്കും. ഓക്കെ, ദ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് മേ ബി പെയ്ഡ് ഫ്രം സിങ്കിങ് ഫണ്ട് ഓർ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, സിങ്കിങ് ഫണ്ടിൽ നിന്നോ അതേപോലെ പ്രോഫിറ്റിൻ്റെ മുകളിൽ നിന്നോ ക്യാപിറ്റലിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങുന്ന ഡിബഞ്ചേഴ്സിൻ്റെ പേയ്മെൻറ്റ് കമ്പനിക്ക് നൽകാൻ സാധിക്കും എന്നതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, പേർപ്പസസ് ഓഫ് പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ്. കമ്പനി അവരുടെ ഡിബഞ്ചർ വാങ്ങുന്നതിൻ്റെ ഉദ്ദേശങ്ങളാണ്. പ്രധാനമായിട്ട് 2 പേർപ്പസാണുള്ളത്. ഫസ്റ്റ് വൺ, പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫോർ ഇമ്മീഡിയേറ്റ് ക്യാൻസലേഷൻ. കമ്പനി അവരുടെ ഡിബഞ്ചർ വാങ്ങുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കമ്പനി ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ വാങ്ങുന്നതോടുകൂടി ആ ഡിബഞ്ചറിൻ്റെ ക്യാൻസലേഷൻ നടത്തുക എന്നതാണ്, പെട്ടെന്നുള്ള ക്യാൻസലേഷൻ നടത്തുക എന്നതാണ് അവരുടെ ഒരു ലക്ഷ്യം. മറ്റൊന്ന്, പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ കമ്പനിയുടെ ഡിബഞ്ചേഴ്സ് വാങ്ങുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്, കമ്പനിക്ക് മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നതാണ് മറ്റൊരു പേർപ്പസായിട്ട് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. കമ്പനി ഇഷ്യൂ ചെയ്ത ഡിബഞ്ചേഴ്സ് തിരിച്ചു വാങ്ങുന്നു ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ, പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനി ഇങ്ങനെ വാങ്ങുന്നതെന്ന് നോക്കാം. എ കമ്പനി മേ പർച്ചേസ് ഇറ്റ്സ് ഡിബഞ്ചേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. ദിസ് റിസൾട്ട്സ് ഇൻ റിഡക്ഷൻ ഓഫ് ഡിബഞ്ചർ ലയബിലിറ്റി. ഇങ്ങനെ തിരിച്ചു വാങ്ങിയാൽ കമ്പനി ഇഷ്യൂ ചെയ്ത ടോട്ടൽ ഡിബഞ്ചേഴ്സിൽ റിഡക്ഷൻ സംഭവിക്കുകയും ചെയ്യും. കമ്പനി ഇഷ്യൂ ചെയ്ത ഡിബഞ്ചറുകളിൽ ഒരു ഭാഗം കമ്പനി തിരിച്ചു വാങ്ങുമ്പോൾ ടോട്ടൽ ഡിബഞ്ചറിൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് റിഡക്ഷൻ സംഭവിക്കും. ഓക്കെ, വെൻ ദ ഡിബഞ്ചേഴ്സ് ആർ ക്യാൻസൽഡ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, ഇങ്ങനെ ഡിബഞ്ചർ പെട്ടെന്ന് വാങ്ങി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ജനറലി ദർ മേ ബി പ്രോഫിറ്റ് ടു ദ കമ്പനിക്ക് ഇങ്ങനെ വാങ്ങി ക്യാൻസൽ ചെയ്യുമ്പോൾ സാധാരണ പ്രോഫിറ്റ് കിട്ടുമെന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെ സാധ്യമാകും? ദിസ് ഈസ് ബിക്കോസ് ദ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് അറ്റ് ലോവർ പ്രൈസ് ദാൻ ദ ഫേസ് വാല്യൂ ഓഫ് ദ ഡിബഞ്ചേഴ്സ്. കമ്പനി നേരത്തെ ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ ഒരു ഡിബഞ്ചറിന് 100 റുപ്പീസ് വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഫേസ് വാല്യൂ എങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കമ്പനി ഈ സെയിം ഡിബഞ്ചർ വാങ്ങുന്നത് ഫേസ് വാല്യൂവിനേക്കാൾ താഴെയുള്ള വിലയുള്ള സമയത്തായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഡിബഞ്ചറിന് 90 റുപ്പീസ് ഉള്ള സമയത്തായിരിക്കും കമ്പനി ഇവ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ കമ്പനിക്ക് ഫേസ് വാല്യൂവിനും അതുപോലെ തന്നെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൻ്റെയും ഡിഫറൻസ് ആയ 10 റുപ്പീസ് കമ്പനിക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, ബിസൈഡ്സ് ഇഫ് ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ അറ്റ് പ്രീമിയം. ഇനി ഈ കമ്പനി നേരത്തെ ഈ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ തിരിച്ചു കൊടുക്കുന്നത് പ്രീമിയത്തിലാണ് എന്ന ഒരു നിബന്ധന ഉണ്ടായിരുന്നെങ്കിൽ പോലും കമ്പനി നീഡ് നോട്ട് പേ ദിസ് റിഡംഷൻ പ്രീമിയം. കമ്പനി ഇങ്ങനെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് അത് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ അതിന് പ്രീമിയം നൽകുക പോലും വേണ്ട എന്നതാണ് ഈ മെത്തേഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, കമ്പനി ഏതൊക്കെ രീതികളിലാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കാം. കൈൻഡ്സ് ഓഫ് പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഫ്രം ഓപ്പൺ മാർക്കറ്റ്. ഫസ്റ്റ് വൺ, വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ അറ്റ് പാർ. കമ്പനി
ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് റെഡീം ചെയ്യുന്നത് പാറിലായിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്നത് കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പാറിലാണെങ്കിൽ എങ്ങനെയാണ് എന്നതാണ് ഒന്നാമത്തെ മെത്തേഡ് പറയുന്നത്. സെക്കൻഡ് മെത്തേഡ്, വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ അറ്റ് പ്രീമിയം, പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് കമ്പനി പർച്ചേസ്ഡ് അറ്റ് പാർ ഫ്രം ഓപ്പൺ മാർക്കറ്റ്, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പാറിൽ വാങ്ങിയാൽ എങ്ങനെയായിരിക്കും എന്നതാണ് സെക്കൻഡ് മെത്തേഡ് പറയുന്നത്. വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ അറ്റ് പാർ, പാറിൽ റെഡീം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഡിബഞ്ചർ പർച്ചേസ്ഡ് അറ്റ് ഡിസ്കൗണ്ട് ഫ്രം ഓപ്പൺ മാർക്കറ്റ്, ഓപ്പൺ മാർക്കറ്റിൽ ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നതാണ് തേർഡ് മെത്തേഡിൽ പറയുന്നത്. ഫോർത്ത് വൺ, വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ അറ്റ് പ്രീമിയം, പ്രീമിയത്തിൽ റെഡീം ചെയ്യാൻ ഉദ്ദേശിച്ച ഡിബഞ്ചേഴ്സ് പർച്ചേസ്ഡ് അറ്റ് ഡിസ്കൗണ്ട് ഫ്രം ഓപ്പൺ മാർക്കറ്റ്, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഫോർത്ത് കേസിൽ പറയുന്നത്. ഫിഫ്ത്ത്, വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ അറ്റ് പാർ, പാറിൽ റെഡീം ചെയ്യാൻ ഉദ്ദേശിച്ച ഡിബഞ്ചർ പർച്ചേസ്ഡ് അറ്റ് പ്രീമിയം, പ്രീമിയത്തിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഫിഫ്ത്ത് കേസിൽ പറയുന്നത്. വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ അറ്റ് പ്രീമിയം, പ്രീമിയത്തിൽ റെഡീം ചെയ്യാൻ ഉദ്ദേശിച്ച ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പ്രീമിയത്തിൽ തന്നെ പർച്ചേസ് ചെയ്താലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് സിക്സ്ത് കേസിലും പറയുന്നത്. ഓക്കെ, ഇങ്ങനെ 6 രീതിയിലാണ് നമ്മൾ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കേസ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ 2 കേസ് പാറിലാണ് വാങ്ങുന്നത്, ദെൻ തേർഡും ഫോർത്തും ഡിസ്കൗണ്ടിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നു, ഫിഫ്ത്തും സിക്സ്ത്തും നമ്മൾ പ്രീമിയത്തിലാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 6 കേസുകളിലും നിർബന്ധമായിട്ടും കാണിക്കേണ്ട 2 ജേണൽ എൻട്രീസ് ആണ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസും അതുപോലെ തന്നെ DRR ക്രിയേറ്റ് ചെയ്യുന്ന കേസുകളും. ഇത് നമ്മൾ മുൻ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് 15% ആണ്. ഓരോ വർഷവും ഡിബഞ്ചർ റെഡീം ചെയ്യുന്ന 31 മാർച്ചിൽ റെഡീം ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെ 15% ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അതിൻ്റെ എൻട്രി അവിടെ ഉണ്ട്. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. അതുപോലെ തന്നെ DRR ക്രിയേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതിൻ്റെ 25% ആണ് DRR ക്രിയേറ്റ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്നാണ് അതിൻ്റെ ജേണൽ എൻട്രി. ഓക്കെ, ഫസ്റ്റ് കേസാണ് നമ്മൾ പഠിച്ച 6 കേസുകളിൽ ഫസ്റ്റ് കേസാണ് വെൻ ഡിബഞ്ചേഴ്സ് റെഡീമബിൾ അറ്റ് പാർ ആർ പർച്ചേസ്ഡ് അറ്റ് പാർ ഫ്രം ഓപ്പൺ മാർക്കറ്റ്. ഓക്കെ, നമ്മൾ പാറിൽ റെഡീം ചെയ്യാൻ ഉദ്ദേശിച്ച ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പാറിൽ വാങ്ങിയാൽ ഉണ്ടാകുന്ന ജേണൽ എൻട്രി ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, സെക്കൻഡ് കേസായിരുന്നു പ്രീമിയത്തിൽ റെഡീം ചെയ്യാൻ ഉദ്ദേശിച്ച ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ പാറിൽ വാങ്ങിയാൽ ഉണ്ടാകുന്ന ജേണൽ എൻട്രിയാണ്. ഓക്കെ, പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്ന ഡിബഞ്ചർ പാറിൽ വാങ്ങിയാൽ കമ്പനിക്ക് ലാഭം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അതിൻ്റെ ജേണൽ എൻട്രി ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ഇങ്ങനെ ഉണ്ടാകുന്ന പ്രോഫിറ്റ് കാണിക്കുന്ന അക്കൗണ്ടാണ് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ്, കമ്പനി ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ എൻട്രി പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഓക്കെ, ഈ കേസിൽ, ഈ രണ്ടാമത്തെ കേസിൽ നമുക്കൊരു പ്രോബ്ലം നോക്കാം. എക്സാമ്പിളായിട്ട് എക്സ് ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 50,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് പാർ. ഓക്കെ, കമ്പനി ഇഷ്യൂ ചെയ്തത് പാറിലാണ്. റെഡീമബിൾ അറ്റ് 20% പ്രീമിയം, തിരിച്ചു കൊടുക്കാൻ കമ്പനി എഗ്രി ചെയ്തിട്ടുള്ളത് 20% പ്രീമിയത്തിലാണ്. ദ കമ്പനി പർച്ചേസ്ഡ് 5,000 ഡിബഞ്ചേഴ്സ്, ഇങ്ങനെ ഇഷ്യൂ ചെയ്ത 50,000 ഡിബഞ്ചറിൽ കമ്പനി 5,000 ഡിബഞ്ചർ എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യാനായിരുന്നു അത് വാങ്ങിയത്. അറ്റ് ₹100 ഈച്ച്, ഒരു ഡിബഞ്ചറിന് 100 വെച്ച് തന്നെയാണ് കമ്പനി വാങ്ങിയത്. ഓക്കെ, വിച്ച് മീൻസ് കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത് ഇഷ്യൂ പ്രൈസായ 100 തന്നെയാണ്, അതായത് പാറിൽ തന്നെയാണ് കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത്. ഓക്കെ, ഇവിടം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കമ്പനി ഇഷ്യൂ ചെയ്ത 100-ലാണ്. കമ്പനി തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നത്, റെഡീം ചെയ്യാമെന്ന് പറയുന്നത് 20% പ്രീമിയത്തിലാണ്. ഓക്കെ, എന്നാൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 5,000 ഡിബഞ്ചേഴ്സ് കമ്പനി വാങ്ങിയത് പാറിൽ തന്നെയാണ്. ഓക്കെ, ഇത് സെക്കൻഡ് കേസാണ് നമ്മൾ പറഞ്ഞ. ഓക്കെ, ഈച്ച് ജസ്റ്റ് ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പാസ് ദ ജേണൽ എൻട്രീസ് ഫോർ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. ഇതിൻ്റെ ജേണൽ എൻട്രി പാസ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് DRR ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. DRR ക്രിയേറ്റ് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ജേണൽ എൻട്രി നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഓക്കെ, അതിൻ്റെ എൻട്രി ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ടാണ്. ഓക്കെ, നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ് ആദ്യത്തെ എൻട്രി. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ്
മെയ്ഡ് അറ്റ് ദ റേറ്റ് 15% ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ബി റെഡീംഡ്. ഓക്കെ, നമ്മൾ 5,000 ഡിബഞ്ചറാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത്. ഓക്കെ, ആ 5,000 ഡിബഞ്ചറിൻ്റെ 100 വെച്ചുകൊണ്ട് നമ്മളതിനെ 5 ലാക്കാണ് നമ്മൾ അതിൻ്റെ റുപ്പീസ് വരുന്നത്. ഓക്കെ, ഈ 5 ലാക്കിൻ്റെ 15% ആണ് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 75,000. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് DRR ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ്. ഓക്കെ, ടോട്ടൽ 50,000 ഡിബഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. ഈ 50,000 ഡിബഞ്ചേഴ്സിൻ്റെ 25% ആണ് നമ്മൾ DRR ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 50,000 ഡിബഞ്ചേഴ്സിൻ്റെ ഇൻറ്റു 100 50 ലാക്സ് ആയിരിക്കും വരിക. ഓക്കെ, ഈ 50 ലാക്സിൻ്റെ 25%, അതായത് 12,50,000 ആണ് നമ്മൾ DRR ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് സെക്കൻഡ് ജേണൽ എൻട്രി വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്ത് ക്യാൻസൽ ചെയ്യുന്ന എൻട്രിയാണ്, പ്രീമിയം ക്യാൻസൽ ചെയ്യുന്ന എൻട്രിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മെത്തേഡ് ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ റിഡംഷൻ ചെയ്യുന്ന പ്രീമിയത്തിലാണ് ഓപ്പൺ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്നത്, പാറിലാണ്. അതിൻ്റെ എൻട്രി ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ നോമിനൽ വാല്യൂ ആണ് കാണിക്കേണ്ടത്. 5,000 ഡിബഞ്ചേഴ്സ് 100 വെച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 1 ലാക്ക് വരും. കാരണം നമ്മൾ റിഡംഷൻ ചെയ്യുന്ന 20% പ്രീമിയത്തിലാണ്. അതുകൊണ്ട് തന്നെ 5 ലാക്കിൻ്റെ 20% ആയ 1 ലാക്ക് റുപ്പീസ് നമുക്ക് ഇവിടെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നൽകേണ്ട. ഓക്കെ, നമുക്ക് നൽകേണ്ട ആവശ്യമില്ല. അത് നമ്മൾ സേവ് ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഒരു പ്രോഫിറ്റാണത്. ഓക്കെ, അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നതോട് കൂടി അത് ക്യാൻസലായി പോകുന്നു. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാൻസലാക്കാൻ വേണ്ടിയിട്ട് ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ടു ബാങ്ക് അക്കൗണ്ട് 5 ലാക്ക് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിൽ നമ്മൾ നൽകുന്ന എമൗണ്ട് ആണ് ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ഓക്കെ, നമ്മൾ പാറിലാണ് വാങ്ങുന്നത്, അതുകൊണ്ട് തന്നെ 5 ലാക്ക് മാത്രമേ നൽകുന്നുള്ളൂ. ഓക്കെ, ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് പറയുന്നത് നമ്മൾ സേവ് ചെയ്യുന്ന എമൗണ്ടായ പ്രീമിയം എമൗണ്ടാണ്. 1 ലാക്കാണ് നമ്മൾ സേവ് ചെയ്യുന്നത്, അത് നമുക്ക് പ്രോഫിറ്റാണ്. ഓക്കെ, ഈ പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്ന എൻട്രിയാണ് നെക്സ്റ്റ്. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 1 ലാക്ക്. ഓക്കെ, ഇനി തേർഡ് കേസാണ് വെൻ ഡിബഞ്ചേഴ്സ് റെഡീമബിൾ അറ്റ് പാർ. കമ്പനിയുടെ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് പാറിലാണ്, പക്ഷേ പർച്ചേസ് ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്. കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് ലെസ് ദാൻ നോമിനൽ വാല്യൂ, ദാറ്റ് ഈസ് ഡിസ്കൗണ്ടിലാണ് കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ ഉണ്ടാകുന്ന എൻട്രിയാണ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ഈ പ്രോഫിറ്റ് ഓൺ പർച്ചേസ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള എൻട്രിയാണ്. നെക്സ്റ്റ്, പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, ഇനി തേർഡ് കേസിൽ നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 50,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് റെഡീമബിൾ അറ്റ് പാർ. ഓക്കെ, റെഡീം ചെയ്യുന്നത് പാറിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ കമ്പനി പർച്ചേസ്ഡ് 5,000 ഡിബഞ്ചേഴ്സ് ഫ്രം ഓപ്പൺ മാർക്കറ്റ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ഓഫ് അറ്റ് ₹95. ഓക്കെ, കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 50,000 ഡിബഞ്ചറിൽ 5,000 ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, വാങ്ങുന്നത് ഡിസ്കൗണ്ടിലാണ്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ റെഡീം ചെയ്യുന്നത് പാറിലും ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് ഡിസ്കൗണ്ടിലുമാണ്. ഓക്കെ, ജേണൽ എൻട്രി പാസ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, ഈ കേസിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് DRR ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നതാണ്. ഓക്കെ, 5,000 ഡിബഞ്ചറാണ് നമ്മൾ വാങ്ങുന്നത്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 100 വെച്ചുകൊണ്ട് 5 ലാക്ക് വരും. 5 ലാക്കിൻ്റെ 15% ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു DRR ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, 50,000 ഡിബഞ്ചേഴ്സിനെ 100 വെച്ചുകൊണ്ട് 50 ലാക്സ് ആണ് വരിക. അതിൻ്റെ 25% ആണ് നമ്മൾ DRR ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പാറിൽ റെഡീം ചെയ്യുന്ന ഡിബഞ്ചർ ഡിസ്കൗണ്ടിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ജേണൽ എൻട്രിയാണ്. ക്യാൻസലേഷൻ ജേണൽ എൻട്രി. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ നോമിനൽ വാല്യൂ തന്നെയാണ് കാണിക്കേണ്ടത്. 5,000 ഡിബഞ്ചേഴ്സ് 100 വെച്ചുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 5 ലാക്ക്. ടു ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ടത് പർച്ചേസ് പ്രൈസാണ്. നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നൽകുന്ന പ്രൈസാണ് പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. 5,000 ഡിബഞ്ചേഴ്സിന് 95 വെച്ചുകൊണ്ടാണ് നമ്മൾ വാങ്ങുന്നത്. സോ 4,75,000
ഓക്കെ. ദെൻ ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡിസ്കൗണ്ടിൽ വാങ്ങുന്നത് കൊണ്ട് നമ്മൾ 5% ഡിസ്കൗണ്ട്, അതല്ലെങ്കിൽ 5 രൂപ ഡിസ്കൗണ്ടിലാണ് നമ്മൾ വാങ്ങുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ 5000 ഇൻറ്റു 5 നമുക്ക് ഈ കേസിൽ ഡിസ്കൗണ്ടിൽ വാങ്ങുന്നത് കൊണ്ട് പ്രോഫിറ്റാണ്. ഓക്കെ, 5 ദാറ്റ് ഈസ് 25,000 നമുക്ക് എന്ത് ചെയ്യാണ്, പ്രോഫിറ്റാണ് ഈ കേസിൽ. ഓക്കെ, ഇനി ഈ പ്രോഫിറ്റിനെ എങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, അതല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്ക് ഈ പ്രോഫിറ്റ് ഓൺ റിഡംഷനെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്നതാണ് നെക്സ്റ്റുള്ള ജേണൽ എൻട്രി. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 25,000. ഓക്കെ, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ട്രാൻസ്ഫർഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഓക്കെ, ഇനി ഫോർത്ത് കേസാണ്. ഡിബഞ്ചേഴ്സ് റെഡീമബിൾ അറ്റ് പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്ന ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് ഡിസ്കൗണ്ടിൽ. ഈ കേസിൽ വരുന്ന ജേണൽ എൻട്രി ഓക്കെ ക്യാൻസലേഷൻ എൻട്രിയാണ്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റഡ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ പർച്ചേസ്. പ്രോഫിറ്റ് ഓൺ പർച്ചേസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ആണ് ഇതിന് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി. ഓക്കെ, ഈ ഫോർത്ത് കേസിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ 1st April 2018 എ ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 5,000 ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് അറ്റ് പാർ. ഓക്കെ, 1st April 2018 എ ലിമിറ്റഡ് ഇഷ്യൂ ചെയ്തു 5000 ഡിബഞ്ചർ. 100 റുപ്പീസാണ് ഒരു ഡിബഞ്ചറിൻ്റെ വില. ഇങ്ങനെ 5 lakh ഇഷ്യൂ ചെയ്തു, പാറിലാണ് ഇഷ്യൂ ചെയ്തത്. ദീസ് ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ അറ്റ് പ്രീമിയം ഓഫ് 10%. ഈ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ് 10%. ഓക്കെ, ഫോർത്ത് കേസിൽ നമ്മൾ പറഞ്ഞത് പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്നത് ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യുന്ന കേസാണ്. ഓക്കെ, ഇവിടെ പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഔട്ട് ഓഫ് ദീസ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് റുപ്പീസ് 1 lakh ആർ ടു ബി റെഡീംഡ് എവറി ഇയർ. 1,00,000 രൂപയുടെ ഡിബഞ്ചർ ഓരോ വർഷവും കമ്പനി റെഡീം ചെയ്യുന്നുണ്ട് 31 March 2020. എയ്തർ ബൈ പർച്ചേസ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടോ അതല്ലെങ്കിൽ ഡ്രോയിങ് ലോട്ട്സ് വഴിയോ ഒക്കെയാണ് റെഡീം ചെയ്യുന്നത്. കമ്പനി ക്രിയേറ്റഡ് DRR ആൻഡ് ഇൻവെസ്റ്റഡ് ദ റിക്വയർഡ് എമൗണ്ട് ആസ് പെർ ലോ. നിയമം പറയുന്നതനുസരിച്ച് കമ്പനി DRR ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യേണ്ട കേസിൽ ഇൻവെസ്റ്റും ചെയ്തിട്ടുണ്ട്, DRR ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ DRR ക്രിയേറ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൺ March 31, 2020 March 31 കമ്പനി പർച്ചേസ്ഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് 1 lakh റുപ്പീസിൻ്റെ ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചർ കമ്പനി വാങ്ങി. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത് ഡിസ്കൗണ്ട് റേറ്റിലാണ്, 85 ഈച്ചാണ്. ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസൽ ചെയ്യാനാണ് വേണ്ടി കമ്പനി വാങ്ങിയത്. അപ്പോൾ ഈ ഫോർത്ത് കേസിൽ പറഞ്ഞ സംഭവങ്ങളൊക്കെ ആയി. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്നത് ഡിസ്കൗണ്ടിൽ ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങിയാലുണ്ടാകുന്ന കേസാണ്. ഓക്കെ, ഗീവ് ജേണൽ എൻട്രീസ് ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഡ്യൂറിങ് ഇയർ 2019 to 20. ഓക്കെ, ഈ കേസിലും നമ്മൾ ജേണൽ എൻട്രീസ് കാണിക്കണം. ഓക്കെ, നമ്മൾ ഇഷ്യൂ ചെയ്തത് 1st April 2018 5,000 ഡിബഞ്ചേഴ്സ് വെച്ചുകൊണ്ട് 100 ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. DRR ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2019 April 30 നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. നമുക്കറിയാം ഓരോ വർഷം മെച്ചൂറാവുന്ന ഡിബഞ്ചർ എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh ആണ്. 1 lakhൻ്റെ 15% 15,000 ആണ് ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ദെൻ 2020 March 31 നമ്മൾ DRR ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഓക്കെ, ടോട്ടൽ നമ്മൾ 5,000 ഡിബഞ്ചേഴ്സിന് 100 വെച്ചുകൊണ്ടായിരുന്നു ഇഷ്യൂ ചെയ്തത്. സോ 5 lakh ആണ്. 5 lakhൻ്റെ 25% 1,25,000 ആണ് നമ്മൾ DRR ക്രിയേറ്റ് ചെയ്യേണ്ടത്. DRR ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് 2020 March 31 തന്നെയാണ്. ഓക്കെ, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത്. ഇതിന് മുമ്പായിട്ട് നമ്മൾ DRR ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ DRR ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഇനി 2020 March 31 നമ്മൾ ക്യാൻസലേഷൻ എൻട്രിയാണ്. ഓക്കെ, ഈ കേസിൽ നമ്മൾ ഓർമ്മിക്കുക, നമ്മൾ പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യുന്ന ഡിബഞ്ചർ ഡിസ്കൗണ്ടിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ജേണൽ എൻട്രിയാണ് കാണിക്കേണ്ടത്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് നോമിനൽ വാല്യൂ തന്നെ കാണിക്കണം. ഓക്കെ, 1 lakh ആണ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, 1 lakh ആണ് ഡിബഞ്ചറാണ് നമ്മൾ വാങ്ങിയത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന്, അതുകൊണ്ട് 1 lakh തന്നെ അവിടെ കാണിക്കണം. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ കാണിക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 10% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, 1 lakhൻ്റെ 10% എന്ന് പറയുന്നത് 10,000 ആണ്. അതുകൊണ്ട് 10,000 ആണ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് കാണിക്കേണ്ടത്. അതിന് ഡെബിറ്റ് ചെയ്തതോടുകൂടി അത് ക്യാൻസലായി മാറുകയും ചെയ്യും ഈ എൻട്രിയിലൂടെ. ഓക്കെ, ടു ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ കാണിക്കേണ്ടത് വിത്ത് എമൗണ്ട് പെയ്ഡ്. ആക്ച്വലി നമ്മൾ എത്രയാണ് ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഈ 1 lakhൻ്റെ ഡിബഞ്ചർ വാങ്ങുമ്പോൾ നൽകുന്നതെന്നാണ്.
ഓക്കെ, നമുക്കറിയാം 85 റുപ്പീസ് വെച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ 1 ലാക്ക് ഡിബഞ്ചർ 1 ലാക്ക് റുപ്പീസിന് ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ 1000 ഡിബഞ്ചേഴ്സിന് 100 വെച്ചുകൊണ്ടാണ് 1 ലാക്ക് വരിക. ഈ 1000 ഡിബഞ്ചർ ഇൻറ്റു 85 ദാറ്റ് ഈസ് ഇക്വൽ ടു 85,000 ആണ് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ നൽകുന്നത്. 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചറിന് 85,000 ആണ് നമ്മൾ നൽകുക. ഓക്കെ, ബാക്കി വരുന്ന 15 റുപ്പീസ് നമുക്ക് ഡിസ്കൗണ്ടിൽ ഡിസ്കൗണ്ടാണ്. ഓക്കെ, ദെൻ ടു പ്രോഫിറ്റ് ഓൺ പർച്ചേസ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25,000 ആണ്. 25,000 എന്ന് പറയുന്നത് പ്രീമിയത്തിൽ കൊടുക്കേണ്ട ഡിബഞ്ചർ നമ്മൾ ഡിസ്കൗണ്ടിൽ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ലാഭം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഡിസ്കൗണ്ടിൻ്റെ ലാഭമായ 15ഉം അതുപോലെ തന്നെ 15,000ഉം അതുപോലെ തന്നെ പ്രീമിയത്തിൻ്റെ ലാഭമായ 10,000ഉം കൂടി ആഡ് ചെയ്തിട്ടാണ് 25,000 ഈ കേസിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അതാണ് പ്രോഫിറ്റ് ഓൺ പർച്ചേസ് എന്ന കേസിൽ 25,000 കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കേസ് ഒന്നുകൂടി ഓർക്കുക. പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യേണ്ട കേസിൽ ഡിസ്കൗണ്ടിൽ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രീമിയത്തിൻ്റെ പ്രോഫിറ്റും കിട്ടും, അതുപോലെ തന്നെ ഡിസ്കൗണ്ടിൽ നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റും കിട്ടും. ഓക്കെ, ഈ രണ്ട് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് ടു പ്രോഫിറ്റ് ഓൺ പർച്ചേസിൽ നമ്മൾ കാണിച്ച 25,000 വരുന്നത്. ഓക്കെ, ഇനി ഇത് ക്യാൻസൽ ചെയ്യുന്ന എൻട്രിയാണ്, അല്ലെങ്കിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. സെയിം ഡേറ്റിൽ പ്രോഫിറ്റ് ഓൺ പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് 25,000. ഓക്കെ, നെക്സ്റ്റ് 5th കേസാണ്. വെൻ ഡിബഞ്ചേഴ്സ് റെഡീമബിൾ അറ്റ് പാറിൽ റെഡീം ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങുന്നത് പ്രീമിയത്തിലാണ്. ഓക്കെ, പാറിൽ റെഡീം ചെയ്യാൻ ഉദ്ദേശിച്ച ഡിബഞ്ചേഴ്സ് പ്രീമിയത്തിൽ വാങ്ങുമ്പോൾ കമ്പനിക്ക് ഉണ്ടാകുന്ന ജേണൽ എൻട്രിയാണ്, ക്യാൻസലേഷൻ എൻട്രിയാണ്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ലോസ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. നമുക്കറിയാവുന്നതാണ്, പാറിൽ റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിൽ വാങ്ങുമ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് അല്ല ഉണ്ടാവുക, ലോസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ലോസ് കാണിക്കുന്ന ജേണൽ എൻട്രിയാണ് ലോസ് ഓൺ റിഡംഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടാണ്. ഓക്കെ, അത് റൈറ്റ് ഓഫ് ചെയ്യുകയാണ്. ഈ ലോസ് കമ്പനി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല, അത് റൈറ്റ് ഓഫ് ചെയ്ത് ഒഴിവാക്കണം. അത് റൈറ്റ് ഓഫ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് നെക്സ്റ്റ് ക്യാപിറ്റൽ റിസർവ് ഓർ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഓക്കെ, ഇതുണ്ടെങ്കിൽ ഇതിന്നാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഇനി അതില്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു ലോസ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ 4th കേസിൽ പറഞ്ഞ പോലെയുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങുന്ന റേറ്റിൽ ചെറിയ മാറ്റം വരും, കാരണം പ്രീമിയത്തിലാണ് വാങ്ങുന്നത്, ഡിസ്കൗണ്ടിലല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. നമുക്ക് 1st April 2018 എ ലിമിറ്റഡ് ഇഷ്യൂഡ് 5,000 ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് അറ്റ് പാറിലാണ് ഇഷ്യൂ ചെയ്തത്. ഓക്കെ, പക്ഷേ ഈ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നതും പാറിൽ തന്നെയാണ്. ദീസ് ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ അറ്റ് പാർ. ഈ കേസാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഔട്ട് ഓഫ് ദീസ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് 1 lakh ഡിബഞ്ചർ റെഡീംഡ് എവറി ഇയർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഓൺ March 31, 2020 ദ കമ്പനി പർച്ചേസ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ₹1 lakh അറ്റ് ₹105. 105 രൂപക്കാണ് ഒരു ഡിബഞ്ചർ കമ്പനി വാങ്ങുന്നത്. ഓക്കെ, 1 lakh ഡിബഞ്ചർ വാങ്ങുന്നത് നേരത്തെ ഡിസ്കൗണ്ടിനായിരുന്നു, പക്ഷേ ഇപ്പോൾ വാങ്ങുന്നത് പ്രീമിയത്തിലാണ്. ഓക്കെ, ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനിൽ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമ്മളൊന്നുകൂടി ഓർക്കുക, ഈ കേസ് എന്ന് പറയുന്നത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത പാറിലാണ്. ഓക്കെ, റെഡീം ചെയ്യുന്നത് പാറിലാണ്. ഈ കേസിൽ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് പാറിലാണ് 5th കേസിൽ. എന്നാൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നത് പ്രീമിയത്തിലാണ്. ഒരു ഡിബഞ്ചർ 105 വെച്ചുകൊണ്ടാണ് തിരിച്ചു വാങ്ങുന്നത്. ഈ കേസിൽ എങ്ങനെയാണ് ജേണൽ എൻട്രീസ് എന്ന് നോക്കാം. എല്ലാ കേസിലും നമ്മൾ പറഞ്ഞ പോലെ DRR ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ജേണൽ എൻട്രീസാണ് ആദ്യം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കാണിക്കുക. 1 lakhൻ്റെ 15%, 15,000, അതുപോലെ തന്നെ 5 lakh ആണ് ടോട്ടൽ വരുന്നത്. 5 lakhൻ്റെ 25% DRR ക്രിയേറ്റ് ചെയ്യുക. ദെൻ പാറിൽ റെഡീം ചെയ്യുന്ന ഡിബഞ്ചർ പ്രീമിയത്തിൽ വാങ്ങിയാലുണ്ടാവുന്ന ജേണൽ എൻട്രിയാണ്. അത് ക്യാൻസലേഷൻ ജേണൽ എൻട്രിക്ക് ഇവിടെ കാണിക്കാം. 2020 March 31 തന്നെ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് 1 lakh നോമിനൽ വാല്യൂ തന്നെ കാണിക്കണം. ഓക്കെ, 1 lakh ഡിബഞ്ചറാണ് നമ്മൾ വാങ്ങുന്നത്. ഒരു ഡിബഞ്ചറിന് 105 വെച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ലോസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ലോസ് അങ്ങനെ വാങ്ങുന്ന സമയത്ത് നമ്മൾ നൽകുന്ന എക്സസ് എമൗണ്ട് നൽകിയ എമൗണ്ട് കാണിക്കാനാണ് ഇവിടെ ലോസ് ഓൺ റിഡംഷൻ അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. 1 lakh ഡിബഞ്ചറിൻ്റെ 5% ആണ് നമുക്ക് അധികമായിട്ട് നമ്മൾ നൽകുന്നത്. അതല്ലെങ്കിൽ 1000 ഡിബഞ്ചേഴ്സിന് 5 രൂപ അധികം വെച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ 1000 ഡിബഞ്ചേഴ്സ് ഇൻറ്റു 5,000 ആണ്
നമ്മൾ അധികമായിട്ട് വാങ്ങുന്നത് അത് ലോസ് ഓൺ റിഡംഷനിൽ അധികമായിട്ട് നമ്മൾ നൽകുന്നത് അത് ലോസ് ഓൺ റിഡംഷനിൽ കാണിക്കുക. ടോട്ടൽ ടു ബാങ്ക് അക്കൗണ്ടിലേക്ക് 1,05,000. ഓക്കെ. അതുപോലെ തന്നെ 2020 March 31 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു ലോസ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ. ഈ കേസിൽ നമ്മളോട് സെക്യൂരിറ്റി പ്രീമിയം ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലോസ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ആ 5,000 അധികമായിട്ട് നൽകിയ ലോസിനെ നമ്മൾ കാണിച്ചുകൊണ്ട് റൈറ്റ് ഓഫ് ചെയ്ത് ഒഴിവാക്കുന്നു. ഓക്കെ. പ്രോഫിറ്റിൻ്റെ മുകളിൽ നിന്ന് അതിനെ റൈറ്റ് ഓഫ് ചെയ്ത് ഒഴിവാക്കുന്നു. ഓക്കെ. ആ എൻട്രിയാണ് നെക്സ്റ്റ് എൻട്രി. ഓക്കെ. 6th കേസിൽ വെൻ ഡിബഞ്ചേഴ്സ് റെഡീമേഡ് അറ്റ് പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്ന ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങുന്നത് പ്രീമിയത്തിൽ തന്നെയാണ്. ഈ കേസിൽ എങ്ങനെയെന്ന് നോക്കാം. ക്യാൻസലേഷൻ എൻട്രി ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലോസ് ഓൺ റിഡംഷൻ ഓഫ് പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ. ഓക്കെ. ഇവ മൂന്നും ഡെബിറ്റ് ചെയ്യണം. ഇതിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ നോമിനൽ വാല്യൂ കാണിക്കണം. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ വിത്ത് പ്രീമിയം ഓൺ റിഡംഷൻ ആണ് കാണിക്കേണ്ടത്. റിഡംഷൻ പ്രീമിയം ആണ് കാണിക്കേണ്ടത്. നമ്മൾ റിഡംഷൻ ചെയ്യുന്ന സമയത്ത് എത്രയാണ് പ്രീമിയത്തിലാണ് നൽകുന്നതെങ്കിൽ ആ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞുകൊടുത്ത് കാണിക്കേണ്ടത്. ക്യാൻസൽ ചെയ്യാനാണ് അത് കാണിക്കുന്നത്. ദെൻ ലോസ് ഓൺ റിഡംഷൻ ഡെപ്റ്റർ എന്ന് പറയുന്നിടത്ത് നമ്മൾ കാണിക്കേണ്ടത് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങുന്നതും പ്രീമിയത്തിൽ തന്നെയാണ്. ആ വാങ്ങുന്ന എക്സസ് എമൗണ്ട് ആണ്, ആ എക്സസ് എമൗണ്ട് ഓഫ് പ്രീമിയമാണ് ലോസ് ഓൺ റിഡംഷൻ എന്ന സ്ഥലത്ത് കാണിക്കേണ്ടത്. ഓക്കെ. നമ്മൾ ഓപ്പൺ മാർക്കറ്റ് വാങ്ങുന്നത് പ്രീമിയത്തിലായതുകൊണ്ട് ആ പ്രീമിയം എമൗണ്ടാണ് വാങ്ങുന്ന സമയത്തുള്ള പ്രീമിയം എമൗണ്ടാണ് ലോസ് ഓൺ റിഡംഷനിൽ കാണിക്കേണ്ടത്. ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ. ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ എത്രയാണോ എമൗണ്ട് പെയ്ഡ് ചെയ്ത് അതാണ് കാണിക്കേണ്ടത്. ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഇന്നെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കാണിക്കേണ്ടത് പ്രീമിയം ഓൺ റിഡംഷൻ സേവ്ഡ് ആണ്. നമ്മൾ പ്രീമിയത്തിൽ നൽകേണ്ട ഡിബഞ്ചർ റിഡംഷൻ ചെയ്യേണ്ട കേസിൽ വരുന്ന ആ പ്രീമിയമാണ് ഇവിടെ ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ. നമ്മളത് ക്യാൻസൽ ചെയ്യുന്നതോടുകൂടി അത് സേവ് ചെയ്യുകയാണ്. ആ എമൗണ്ടാണ് ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് പ്രീമിയം ഓൺ റിഡംഷൻ ഈസ് എ ഗെയിൻ. നമ്മൾ റിഡംഷൻ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ അത് സേവ് ചെയ്യുകയാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതോടുകൂടി, അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ചെയ്യുന്നതോടുകൂടി അങ്ങനെ റിഡംഷൻ ചെയ്യുന്നത് പ്രീമിയത്തെ നമ്മൾ സേവ് ചെയ്യുകയാണ്. ഓക്കെ. അത് ക്യാൻസൽ ചെയ്യുകയാണ് ആ പ്രീമിയം. അത് നമുക്ക് ഗെയിനാണ്. എന്നാൽ ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് എക്സസ് എമൗണ്ട് പ്രീമിയത്തിലാണ് വാങ്ങുന്നതെങ്കിൽ എക്സസ് എമൗണ്ട് നമ്മൾ നൽകേണ്ടി വരും. ആ എക്സസ് എമൗണ്ട് എന്ന് പറയുന്ന ലോസുമാണ്. ഈ കേസിൽ ഇഫ് ദ ഗെയിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ ലോസ്, നമ്മൾ സേവ് ചെയ്യുന്ന കേസിൽ ഉണ്ടാകുന്ന ഗെയിന് ഓപ്പൺ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എക്സസ് എമൗണ്ട് നൽകുമ്പോൾ ഉണ്ടാകുന്ന ലോസിനേക്കാൾ ഗ്രേറ്റർ ആയാൽ ദ നെറ്റ് പ്രോഫിറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. അധികം ഉണ്ടാകുന്ന എമൗണ്ട് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് കാണിക്കണം. ഓക്കെ. അതിൻ്റെ ജേർണൽ എൻട്രി പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ഗെയിൻ ആണ്. ടു ലോസ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലോസ് ആണ്. ദെൻ ഡിഫറൻസ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ബാലൻസ് ഓഫ് ഓർ ഡിഫറൻസ്. ഓക്കെ. ഡിഫറൻസ് ആണ് ക്യാപിറ്റൽ റിസർവിലേക്ക് കാണിക്കേണ്ടത്. ഓക്കെ. അതുപോലെ തന്നെ ഇഫ് ദ ലോസ് ഓൺ റിഡംഷൻ ഈസ് ഗ്രേറ്റർ ദാൻ പ്രീമിയം പേബിൾ ഓൺ റിഡംഷൻ ദെൻ ദർ ഈസ് എ നെറ്റ് ലോസ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നെറ്റ് ലോസ് ആണ് ഉണ്ടാവുക. ഓക്കെ. ലോസ് ഓൺ റിഡംഷൻ ആണ് പ്രീമിയം ഓൺ പേബിൾ ഓൺ റിഡംഷനേക്കാൾ കൂടുതലെങ്കിൽ അവിടെ നെറ്റ് ലോസ് ഉണ്ടാവും. ദിസ് നെറ്റ് ലോസ് ഈസ് റിട്ടേൺ ഓഫ് എഗെയിൻസ്റ്റ് ക്യാപിറ്റൽ റിസർവ് ഓർ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഓർ പ്രോഫിറ്റ് ഓർ സർപ്ലസ്. ഓക്കെ. ഈ ലോസിനെ റൈറ്റ് ഓഫ് ചെയ്യുകയും വേണം. ഇവയുടെ മുകളിൽ ഏതിൻ്റെയൊക്കെ മുകളിൽ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ഗെയിൻ ആണ്. ക്യാപിറ്റൽ റിസർവ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് പ്രോഫിറ്റ് ഓർ സർപ്ലസ് അക്കൗണ്ട് ഇതിൻ്റെ മുകളിൽ നിന്നാണ് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് ആ ലോസിനെ. ടു ലോസ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ജേർണൽ എൻട്രി കാണിക്കേണ്ടത്. ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ഓൺ 1st April 2018 എ ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 5,000 ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് അറ്റ് പാർ. ഓക്കെ. 5,000 ഡിബഞ്ചേഴ്സ് 100 വെച്ചുകൊണ്ട് പാറിലാണ് ഇഷ്യൂ ചെയ്തത്. ഈ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ് 10%. ഓക്കെ. ഓർത്ത് വെക്കുക. ഔട്ട് ഓഫ് ദീസ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ ഫേസ് വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ കേസുകൾ തന്നെയാണ്. ഓക്കെ. 1 lakh ഡിബഞ്ചറാണ് നമ്മൾ ഓരോ വർഷം റെഡീം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഓക്കെ. DRRും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. ഓൺ March 31, 2020 കമ്പനി പർച്ചേസ്ഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് 1 lakh at ₹106 each ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. ഓക്കെ. ഈ കേസിൽ കമ്പനി 1 lakh rupees ഡിബഞ്ചർ വാങ്ങുന്നുണ്ട് 31 March 2020 വാങ്ങുന്നത് ഒരു ഡിബഞ്ചർ 106 വെച്ചുകൊണ്ടാണ്. ഓക്കെ. ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ് 10%. ഓക്കെ. എന്നാൽ അത്
കമ്പനി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വാങ്ങുന്ന 1,00,000 വാങ്ങുന്നതും പ്രീമിയത്തിൽ തന്നെയാണ് 106 വെച്ചുകൊണ്ട്. ഓക്കെ, ഈ കേസിൽ ജേണൽ എൻട്രി നൽകാൻ പറയുന്നു. ആദ്യം നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ DRR ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ DRR റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെയും എൻട്രിയാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ദെൻ ക്യാൻസലേഷൻ എൻട്രി കാണിക്കണം. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ നമുക്കറിയാം നോമിനൽ വാല്യൂ ആണ് കാണിക്കേണ്ടത്. 1 lakh ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അതുകൊണ്ട് 1 lakh കാണിക്കണം. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 10% പ്രീമിയത്തിലാണ് ഇത് റിഡംഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ 1 lakhൻ്റെ 10% എന്ന് പറയുന്നത് 10,000 ആണ്. ഓക്കെ, ലോസ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നമുക്കറിയാം ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് 106 രൂപക്കാണ്. ഒരു ഡിബഞ്ചർ 106 വെച്ചുകൊണ്ടാണ് വാങ്ങുന്നത്. അതുകൊണ്ട് ആ അധികമുള്ള 6 rupees, ഓക്കെ, 100 എന്ന് പറയുന്ന നോമിനൽ വാല്യൂ ആണ്. 100-നേക്കാൾ അധികമുള്ള 106 എന്ന് പറയുന്ന ആ 6 rupees ആണ് അധികമുള്ളത്. അത് നമ്മൾ 100 രൂപയുടെ ഡിബഞ്ചർ 106-ന് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന എക്സസ് എമൗണ്ട് ആണ് 6 എന്ന് പറയുന്നത്. അത് ലോസ് ആണ് നമുക്ക്. അതുകൊണ്ട് അത് ലോസ് ഓൺ റിഡംഷൻ എന്ന സ്ഥലത്ത് കാണിക്കണം, അക്കൗണ്ടിൽ കാണിക്കണം. ഓക്കെ, 1000 ഡിബഞ്ചേഴ്സിന് 6 വെച്ചുകൊണ്ട് 6,000 ആണ് അവിടെ ലോസ് വരുന്നത്. ഓക്കെ, ടു ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ എത്രയാണ് ആക്ച്വലി പെയ്ഡ് ചെയ്യുന്നത് അതാണ് കാണിക്കേണ്ടത്. നമ്മൾ 106 രൂപയ്ക്ക് വെച്ചിട്ടാണ് ഒരു ഡിബഞ്ചർ വെച്ചിട്ടാണ് പെയ്ഡ് ചെയ്യുന്നത്. 1000 ഡിബഞ്ചേഴ്സിന് 106 106 വെച്ചുകൊണ്ട് 1,06,000 ആണ് നമ്മൾ നൽകിയത്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ കേസിൽ നമ്മൾ സേവ് ചെയ്യുന്ന പ്രീമിയം എന്ന് പറയുന്നത് റിഡംഷൻ പ്രീമിയത്തിലായിരുന്നു. അത് നമ്മൾ ഇനി ക്യാൻസൽ ചെയ്യുന്നതോടുകൂടി അത് നമുക്ക് സേവ് ചെയ്യാൻ സാധിച്ചു. അതാണ് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്നിടത്ത് കാണിക്കേണ്ടത് 10,000. ഓക്കെ, പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് 106 ആൻഡ് ലോസ് ഓൺ റിഡംഷൻ 6,000 വൈൽ സേവിങ് ഓൺ അക്കൗണ്ട് ഓഫ് പ്രീമിയം ഓൺ റിഡംഷൻ 10,000. ഓക്കെ, ഈ കേസിൽ നമ്മൾ നോക്കുകയാണ്, നമ്മൾ സേവ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ലോസിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ജേണൽ എൻട്രി നമ്മൾ ഇങ്ങനെ കാണിക്കണം. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന പ്രോഫിറ്റ് നമുക്ക് 10,000 ആണ്. ടു ലോസ് ഓൺ റിഡംഷൻ 6,000 ആണ്. ഡിഫറൻസ് ക്യാപിറ്റൽ റിസർവിലേക്ക് കാണിക്കണം 4,000. ഓക്കെ, ലോസ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസേഴ്സ് സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഓർ പർച്ചേസ് ദ ബാലൻസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, ഇനി ഈ കേസിൽ തന്നെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഓക്കെ, on 1st April 2018 A Limited had issued 5,000 debentures of 100 each at par. പാറിൽ തന്നെയാണ് ഇഷ്യൂ ചെയ്തത്. പക്ഷേ റിഡംഷൻ എന്ന് പറയുന്നത് പ്രീമിയത്തിലാണ് 10%. ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് സെയിം തന്നെയാണ്. പക്ഷേ ഓൺ March 31st 2020 the company purchased debentures of the face value of rupees 1 lakh at rupees 115, 115 rupees വെച്ചുകൊണ്ടാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഓക്കെ, ഈ ഒരു സംഭവം ഓർത്ത് വെക്കുക. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ 106 രൂപക്കായിരുന്നു ഓരോ ഡിബഞ്ചർ വാങ്ങിയത്. എന്നാൽ ഈ കേസിൽ നമ്മൾ വാങ്ങുന്നത് 115 രൂപക്കാണ് ക്യാൻസലേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഈ കേസിൽ നമ്മളോട് ജേണൽ എൻട്രീസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ മെത്തേഡ് ഏതാണെന്ന് നമുക്കറിയാം. ഡിബഞ്ചർ റിഡംഷൻ ചെയ്യുന്ന പ്രീമിയത്തിലാണ്, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതും പ്രീമിയത്തിലാണ്. നോർമൽ നമ്മൾ ചെയ്ത എല്ലാ കേസുകളിലും ചെയ്ത പോലെ DRR ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ DRR ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ക്യാൻസലേഷൻ എൻട്രീസ് ആണ്. നമുക്കറിയാം റിഡംഷൻ പ്രീമിയത്തിലാണ്, അത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതും പ്രീമിയത്തിൽ തന്നെയാണ്. ഓക്കെ, വാങ്ങുന്ന റേറ്റിൽ ചെറിയ കഴിഞ്ഞ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് കുറച്ച് എക്സസ് എമൗണ്ട് തന്നിട്ടുണ്ട്. ഇതാണ് കേസ്. ഈ കേസിൽ നമുക്ക് ക്യാൻസലേഷൻ എൻട്രി കൊടുക്കേണ്ട ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ നോമിനൽ വാല്യൂ തന്നെയാണ് 1 lakh ആണ് നമ്മൾ വാങ്ങുന്നത്. ഓക്കെ, പ്രീമിയം ഓൺ റിഡംഷൻ നമ്മൾ റിഡംഷൻ ചെയ്യുന്ന 10% പ്രീമിയത്തിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ 1 lakhൻ്റെ 10% 10,000 ആണ് നമ്മൾ സേവ് ചെയ്യുന്ന പ്രീമിയം. അത് ഡെബിറ്റ് ചെയ്യുന്നതോടുകൂടി ക്യാൻസലേഷനായി മാറുന്നു. ദെൻ ലോസ് ഓൺ റിഡംഷൻ, ഈ കേസിൽ നമ്മൾ എക്സസ് എമൗണ്ട് നൽകുന്നുണ്ട്. 100 rupeesൻ്റെ ഡിബഞ്ചർ നമ്മൾ വാങ്ങുന്നത് 115-ലാണ്. എക്സസ് എമൗണ്ട് 15,000 ആണ്. ഓക്കെ, 1000 ഡിബഞ്ചറിന് 15 വെച്ചുകൊണ്ട് നമ്മൾ 15,000 അധികം നൽകുന്നത് ലോസാണ്. അതുകൊണ്ട് അത് ലോസ് ഓൺ റിഡംഷനിൽ കാണിച്ചു. ഓക്കെ, 15,000. ദെൻ ടു ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ആക്ച്വലി നൽകുന്ന എമൗണ്ട് 1000 ഡിബഞ്ചറിന് 115 വെച്ചുകൊണ്ടാണ് ഓപ്പൺ മാർക്കറ്റിൽ നൽകുന്നത്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് 1,15,000. ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് കാണിക്കേണ്ടത് നമ്മൾ സേവ് ചെയ്യുന്ന 10,000 ആണ്. നമ്മൾ 10,000 ആണ് നമ്മൾ റിഡംഷൻ ചെയ്യുന്ന സമയത്ത് അധികം കൊടുക്കേണ്ട പ്രീമിയം. ഈ പ്രീമിയം നമ്മൾ നൽകുന്നില്ല, അതുകൊണ്ട് അത് ക്യാൻസലായി മാറിപ്പോയി. സോ അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റി, അതാണ് 10,000. ഓക്കെ,
ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലത്തെ സംബന്ധിച്ച് ഈ കേസിൽ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ സേവ് ചെയ്ത എമൗണ്ട് പ്രീമിയം 10,000 ആണ്. എന്നാൽ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങാൻ വേണ്ടി എക്സസ് എമൗണ്ട് നൽകിയത് സേവ് ചെയ്തതിനേക്കാൾ കൂടുതലാണ്. ദാറ്റ് ഈസ് 15,000 ആണ് നമ്മൾ എക്സസ് എമൗണ്ട് നൽകിയത്. ഓക്കെ, അപ്പോൾ സേവ് ചെയ്തതിൽ നിന്ന് എക്സസ് എമൗണ്ടിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് നമ്മൾ സേവ് ചെയ്ത് 10,000 ആണ് പ്രോഫിറ്റ് കിട്ടിയത്. ഓക്കെ, എന്നാൽ അതിൽ എക്സസ് എമൗണ്ട് നമ്മൾ 15,000 ആണ് നമുക്ക് ലോസ് വന്നത്. ആ ലോസിൽ 10,000 നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ബാക്കി വരുന്ന 5,000 നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, അതല്ലെങ്കിൽ സർപ്ലസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ഓർ സർപ്ലസ് അക്കൗണ്ടിൽ എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. അതിൻ്റെ എൻട്രിയാണ് ഇവിടെ കൊടുത്തത്. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ പർച്ചേസ് ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ 10,000. ഓക്കെ, നമ്മുടെ ടോട്ടൽ 15,000 ലോസിനെ നമ്മൾ പ്രോഫിറ്റിൻ്റെ മുകളിൽ നമ്മൾ സേവ് ചെയ്ത എമൗണ്ട് ഓഫ് പ്രീമിയത്തിൻ്റെ 10,000 മുകളിൽ അഡ്ജസ്റ്റ് ചെയ്തു. ബാക്കി വരുന്നത് ക്യാപിറ്റൽ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, പ്രോഫിറ്റ് ഓർ സർപ്ലസ് അക്കൗണ്ട് അപ്റ്റർ 5,000. ബാക്കി വരുന്ന 5,000 അതിൽ അഡ്ജസ്റ്റ് ചെയ്തു ടു ടോട്ടൽ ലോസ് ഓൺ റിഡംഷൻ 15,000. ഓക്കെ, തന്നെ നരേഷൻ പറയുന്നു ലോസ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഈസ് റിട്ടേൺ ഓഫ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ. നമ്മുടെ ടോട്ടൽ ലോസായ 15,000 പ്രോഫിറ്റ് ഓൺ റിഡംഷനിൽ നമ്മൾ സേവ് ചെയ്ത 10,000 ആദ്യം അഡ്ജസ്റ്റ് ചെയ്തു, റൈറ്റ് ഓഫ് ചെയ്തു. ദെൻ ബാലൻസ് ഈസ് റിട്ടേൺ ഓഫ് എഗെയിൻസ്റ്റ് ക്യാപിറ്റൽ റിസർവ്. ബാലൻസ് 5,000 നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്തതോ സെക്യൂരിറ്റി പ്രീമിയത്തിൻ്റെയോ ക്യാപിറ്റൽ റിസർവിൻ്റെയോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയോ ഒക്കെ പുറത്താണ് എന്നതാണ് ഇതിൻ്റെ നരേഷനായിട്ട് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് കേസ് ആയിരുന്നു പർച്ചേസ് ഓഫ് ഓൺ ഡിബെഞ്ചേഴ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. കമ്പനി അവരുടെ ഡിബെഞ്ചർ വാങ്ങുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ എന്താണ് സംഭവിക്കാൻ നോക്കാം. എ കമ്പനി മേ പർച്ചേസ് ഇറ്റ്സ് ഓൺ ഡിബെഞ്ചേഴ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. കമ്പനി അവരുടെ ഡിബെഞ്ചർ വാങ്ങുന്നത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ്. ദ ഡിബെഞ്ചേഴ്സ് ഓഫ് പർച്ചേസ്ഡ് ആർ കെപ്റ്റ് അലൈവ്. ഇങ്ങനെ വാങ്ങുന്ന ഡിബെഞ്ചേഴ്സ് കമ്പനി ക്യാൻസൽ ചെയ്യാതെ നിലനിർത്തും. ഡിബെഞ്ചർ ലയബിലിറ്റി റിമെയിൻസ് ദ സെയിം. ഓക്കെ, ആൻഡ് ട്രീറ്റഡ് ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവയെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കമ്പനി നിലനിർത്തുന്നത്. ഓക്കെ, കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഡിബെഞ്ചർ ക്യാൻസൽ ചെയ്യാനല്ല, അവയെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിലനിർത്താനാണ് കമ്പനി വാങ്ങുന്നത്. ഓക്കെ, ഇൻ ദ ഫ്യൂച്ചർ ദേ മേ ബി ക്യാൻസൽഡ് ഓർ റീഇഷ്യൂഡ്. ഫ്യൂച്ചറിൽ കമ്പനി ഇവയെ ക്യാൻസൽ ചെയ്യുകയോ റീഇഷ്യൂ ചെയ്യുകയോ ചെയ്യും. ഓക്കെ, ഇങ്ങനെ വാങ്ങുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിലനിർത്തിയ ഡിബെഞ്ചറിനെ കമ്പനി ക്യാൻസൽ ചെയ്യുകയോ റീഇഷ്യൂ ചെയ്യുകയോ ചെയ്യും. ഡിബെഞ്ചർ പർച്ചേസ്ഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ പോപ്പുലർലി കോൾഡ് ഓൺ ഡിബെഞ്ചേഴ്സ്. ഓക്കെ, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താ നോക്കാം. ഓൺ പർച്ചേസ് ഓഫ് ഓൺ ഡിബെഞ്ചേഴ്സ്, കമ്പനി അവരുടെ ഡിബെഞ്ചർ വാങ്ങുന്ന സമയത്ത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്തുള്ള എൻട്രിയാണ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓൺ ക്യാൻസലേഷൻ ഓഫ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്, ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിനെ പിന്നീട് ക്യാൻസൽ ചെയ്യുന്ന എൻട്രിയാണ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിനെ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റും. ശേഷം ഓൺ ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ, ഈ പ്രോഫിറ്റിനെ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്ന എൻട്രി പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ദെൻ ഓൺ റീഇഷ്യൂ ഓഫ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്, ഓൺ ഡിബെഞ്ചേഴ്സ് കമ്പനിയുടെ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി എടുത്തു വെച്ച ഡിബെഞ്ചർ ക്യാൻസൽ റീഇഷ്യൂ ചെയ്യുന്ന കേസിലുള്ള എൻട്രിയാണ്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ലോസ് ഓൺ റീഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്, ലോസ് ഉണ്ടെങ്കിൽ കാണിക്കണം. ടു ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റേഷ്യോ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ഓൺ റേഷ്യോ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിലേക്കാണ് കാണിക്കേണ്ടത്. റേഷ്യോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ലോസിനെ കാണിക്കാനും ലോസ് ഓൺ റേഷ്യോ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഉണ്ട്. പ്രോഫിറ്റിനെ കാണിക്കാൻ പ്രോഫിറ്റ് ഓൺ റേഷ്യോ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടും ഉണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനി പർച്ചേസ്ഡ് 30,000 6% ഡിബെഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് ₹95 ഈച്ച് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, കമ്പനി 30,000 6% ഡിബെഞ്ചേഴ്സ് വാങ്ങുന്നുണ്ട്. ഒരു ഡിബെഞ്ചറിൻ്റെ വില എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, കമ്പനി വാങ്ങുന്നത് 95 വെച്ചിട്ടാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്? ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആഫ്റ്റർ 6 months ദ ഡിബെഞ്ചേഴ്സ് വെർ ക്യാൻസൽഡ്. 6 മാസത്തിന് ശേഷം കമ്പനി ഈ ഡിബെഞ്ചർ ക്യാൻസൽ ചെയ്തു. ഇതിന് ജേണലാണ് നിങ്ങളോട് കാണിക്കാൻ പറയുന്നത്. ഓക്കെ, ഈ കേസിൽ 30,000 ഡിബെഞ്ചർ, ഒരു ഡിബെഞ്ചറിൻ്റെ വില 100 ആണ്. ഓക്കെ, അപ്പോൾ 300 ഡിബെഞ്ചറിന് ₹100 വെച്ചുകൊണ്ട് 30,000 ഡിബെഞ്ചറാണുള്ളത്. ഓക്കെ, ഒരു ഡിബെഞ്ചർ വാങ്ങുന്നത് ₹95. ഓക്കെ, ഈ കേസിൽ നമ്മൾ ഫസ്റ്റ് എൻട്രി ഡിബെഞ്ചർ പർച്ചേസ് ചെയ്യുന്ന എൻട്രിയാണ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ 300 ഡിബെഞ്ചറിന് 100 വെച്ചുകൊണ്ട് 30,000 ആണ് ടോട്ടൽ ഡിബെഞ്ചറിൻ്റെ വില.
ഓക്കെ, നമ്മൾ വാങ്ങുന്നത് 95 വെച്ചുകൊണ്ടാണ്. സോ 300 ഡിബഞ്ചറിന് 95 വെച്ചുകൊണ്ട് 28,500 ആണ് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അറ്റ് ദ ടൈം ഓഫ് ക്യാൻസലേഷൻ, ഇനി ക്യാൻസലേഷൻ്റെ സമയത്തുള്ള എൻട്രി 6% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ടോട്ടൽ ഡിബഞ്ചറിൻ്റെ വില എന്ന് പറയുന്നത് 30,000 ആണ്. നമ്മൾ വാങ്ങുന്നത് 28,500 കൊടുത്തിട്ടാണ് ഓൺ ഡിബഞ്ചേഴ്സ് വാങ്ങുന്നത്. ആ കേസിൽ നമുക്ക് 5 റുപ്പീസ് ഡിസ്കൗണ്ടിലാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലാഭം എന്ന് പറയുന്നത് ആ 5 റുപ്പീസാണ്. ഓക്കെ, 300 × 5 1,500 ആണ് നമുക്ക് ഈ കേസിൽ പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഈ പ്രോഫിറ്റിനെ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്ന എൻട്രി പ്രോഫിറ്റ് ഓൺ റിഡംഷൻ or purchase of debentures account up to capital reserve account 1,500. Transfer of profit on redemption capital reserve account. Okay, capital reserve account like ഈ പ്രോഫിറ്റിനെ മാറ്റുന്നു. ഓക്കെ.